രണ്ട് പ്രധാന സ്റ്റോക്കുകളിൽ വന്ന ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ സ്റ്റോക്ക് ടി സി എസ് കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ 1.16% ഇടിഞ്ഞ് 3833 ക്ലോസിംഗ് നൽകി. 13 ലക്ഷം കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 30.45, ഡിവിഡൻഡ് ഈൽഡ് 1.43%. 52 വീക്ക് ഹൈ 4254, 52 വീക്ക് ഹൈയിൽ നിന്നും കൺസിഡറബിൾ ഡിസ്കൗണ്ടിൽ സ്റ്റോക്ക് ലഭ്യമാണ്. 52 വീക്കിലോ 3186. ടി സി എസും കമ്പ്യൂട്ടർ സയൻസ് കോർപ്പറേഷനും തമ്മിൽ നിലനിൽക്കുന്ന ട്രേഡ് സീക്രട്ട് മിസ് അപ്രോപ്രിയേഷൻ കേസിൽ US ഡിസ്ട്രിക്ട് കോർട്ട് ടി സി എസിനെതിരെ $194 മില്യൺ പെനാൽറ്റി വിധിച്ചു എന്നുള്ളതാണ് പ്രധാന അപ്ഡേറ്റ്. ടി സി എസ് എന്ന കമ്പനിക്ക് കമ്പ്യൂട്ടർ കോർപ്പറേഷൻ എന്ന കമ്പനിക്ക് $56 മില്യൺ കോമ്പൻസേറ്ററി ഡാമേജിനും $112 മില്യൺ എക്സാംപ്ലറി ഡാമേജിനും $25 മില്യൺ പ്രീ ജഡ്ജ്മെൻറ്റ് ഇൻട്രസ്റ്റായും നൽകേണ്ടി വരും. ഇതെല്ലാം കൂടെ ചേർന്നാണ് $194.2 മില്യൺ പെനാൽറ്റി ടി സി എസിനെതിരെ വിധിച്ചിരിക്കുന്നത്. എന്നാൽ ടി സി എസ് ഈ പ്ലാനിനെ ഡിഫെൻഡ് ചെയ്യുമെന്നും റിവ്യൂ പെറ്റീഷനും അപ്പീലും കൊണ്ട് അപ്രോപ്രിയേറ്റ് കോർട്ടിലേക്ക് പോകും എന്നാണ് ഒഫീഷ്യലി അറിയിച്ചിരിക്കുന്നത്. അതുമല്ല, കമ്പ്യൂട്ടർ കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട ടി സി എസിൻ്റെ കേസ് വളരെ പഴയതായതിനാൽ സ്റ്റോക്കിൽ അത്ര നെഗറ്റീവ് ആക്ഷൻ നാളത്തെ ട്രേഡിംഗ് സെഷനിൽ പ്രതീക്ഷിക്കേണ്ട ആവശ്യമില്ല. ടി സി എസിനെ സംബന്ധിച്ചിടത്തോളം 3800 പ്രധാന റെസിസ്റ്റൻസായി പ്രവർത്തിക്കുന്നു. 3900 പ്രധാന റെസിസ്റ്റൻസായി പ്രവർത്തിക്കുന്നു. 3900 നിന്നും സ്റ്റോക്ക് കറക്റ്റായി 3832 ട്രേഡ് ചെയ്യുന്നു. 3750, 3700 തുടങ്ങിയ ലെവലുകൾ സ്റ്റോക്കിൻ്റെ സ്ട്രോങ് സപ്പോർട്ടാണ്. സപ്പോർട്ട് പ്രൈസിൽ ടി സി എസിനെ വാങ്ങാൻ ആഗ്രഹമുള്ളവർക്ക് 3750, 3500 തുടങ്ങിയ ലെവലുകളിൽ സ്റ്റോക്കിനെ പരിഗണിക്കാവുന്നതാണ്. രണ്ടാമത്തെ അപ്ഡേറ്റ് കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡുമായി ബന്ധപ്പെട്ട്. കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ കൊച്ചിൻ ഷിപ്പ്യാർഡ് 5.3% ഉയർന്ന് 2115 ക്ലോസിംഗ് നൽകി. 55,000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കൊച്ചിൻ ഷിപ്പ്യാർഡിൻ്റെ വാല്യൂഷൻ 71.04, 52 വീക്ക് ഹൈ 2775, 52 വീക്കിലോ 272. കൊച്ചിൻ ഷിപ്പ്യാർഡ് കഴിഞ്ഞ ഒരു മാസം കൊണ്ട് 28% റിട്ടേണും ഒരു വർഷം കൊണ്ട് 240% റിട്ടേണും നൽകി. INS വിക്രാന്ത് എന്ന രാജ്യത്തിൻ്റെ ആദ്യ തദ്ദേശീയമായി വികസിപ്പിച്ച എയർക്രാഫ്റ്റ് കാരിയറിന് ശേഷം മറ്റൊരു എയർക്രാഫ്റ്റ് കാരിയർ കൂടി ഡെവലപ്പ് ചെയ്യാനുള്ള പ്ലാൻ ഇന്ത്യൻ നേവിക്ക് കൊച്ചിൻ ഷിപ്പ്യാർഡ് സമർപ്പിച്ചു എന്നുള്ളതാണ് കൊച്ചിൻ ഷിപ്പ്യാർഡുമായി ബന്ധപ്പെട്ട പ്രധാന അപ്ഡേറ്റ്. INS വിക്രാന്ത് ഡെവലപ്പ് ചെയ്യുന്നതിന് 13 വർഷമെടുത്തു. എന്നാൽ INS വിക്രാന്തിന് സമാനമായ രീതിയിലുള്ള മറ്റൊരു എയർക്രാഫ്റ്റ് കാരിയർ ഡെവലപ്പ് ചെയ്യുന്നതിന് 7 വർഷത്തെ സമയം മാത്രമേ ആവശ്യമുള്ളൂ എന്ന് കൊച്ചിൻ ഷിപ്പ്യാർഡ് പറയുന്നു. ഇവിടെ സ്ട്രീം ലൈൻ പ്രൊഡക്ഷനും എസ്റ്റാബ്ലിഷ്ഡ് നെറ്റ്വർക്കുമായിരിക്കും പ്രോസസ്സിനെ എക്സ്പെഡൈറ്റ് ചെയ്യുന്നത്. ഈ ന്യൂസിൻ്റെ പശ്ചാത്തലത്തിൽ കൊച്ചിൻ ഷിപ്പ്യാർഡ് എന്ന സ്റ്റോക്കിനെ വരും ദിവസങ്ങളിൽ ഫോക്കസ് ചെയ്യാവുന്നതാണ്. പുതിയ എയർക്രാഫ്റ്റ് കാരിയറിൻ്റെ 85% വർക്കും 6 വർഷം കൊണ്ട് കൊച്ചിൻ ഷിപ്പ്യാർഡിന് പൂർത്തീകരിക്കാനും സാധിക്കും. അതേസമയം INS വിക്രാന്തിനേക്കാൾ കുറച്ചും കൂടി അഡ്വാൻസ് ആയ രീതിയിലുള്ള ഒരു എയർക്രാഫ്റ്റ് കാരിയർ ആയിരിക്കും കൊച്ചിൻ ഷിപ്പ്യാർഡ് നിർമ്മിക്കുക. ഈ എയർക്രാഫ്റ്റ് കാരിയറിൽ മീഡിയം ആൾട്ടിറ്റ്യൂഡ് ലോങ് എൻഡുറൻസ്, ഹൈ ആൾട്ടിറ്റ്യൂഡ് ലോങ് എൻഡുറൻസ്, അൺമാൻഡ് ഏരിയൽ വെഹിക്കിൾസ് അല്ലെങ്കിൽ UAV എന്നിവ ഓപ്പറേറ്റ് ചെയ്യാനും സാധിക്കും. കൊച്ചിൻ ഷിപ്പ്യാർഡിനെ ബ്രേക്കൗട്ട് ട്രേഡിംഗ് പോയിന്റ് ഓഫ് വ്യൂ ഫോക്കസ് ചെയ്യാവുന്നതാണ്. 2100 സ്റ്റോക്കിൻ്റെ ബ്രേക്കൗട്ട് ട്രേഡിംഗ് ലെവലാണ്. 2100 മുകളിൽ സ്റ്റോക്ക് സസ്റ്റെയിൻ ചെയ്യുകയും ഹയർ സൈഡിലേക്ക് നീങ്ങി തുടങ്ങുകയും ചെയ്താൽ 2250, 2300 തുടങ്ങിയ ടാർഗറ്റുകൾ പ്രതീക്ഷിക്കാം. 1950 സ്റ്റോക്കിൻ്റെ സ്റ്റോപ്പ് ലോസ് ആയും 2000 സ്റ്റോക്കിൻ്റെ സൈക്കോളജിക്കൽ സപ്പോർട്ടായും പ്രവർത്തിക്കും. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.